അക്ഷരാർത്ഥത്തിൽ അനാഥമാണ്. ഇനി ആ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും KGയിൽ പഠിപ്പിക്കുന്ന 2 ടീച്ചർമാരും ഒഴിച്ച് ബാക്കി ആരും ആ സ്കൂളിൽ അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാഫ് റൂം അപ്പാടെയാണ് ആ ചുരം ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എത്രമേൽ ഹൃദയഭേദകമാണ് അവിടുത്തെ പേരൻസിന്, അവിടുത്തെ അവശേഷിക്കുന്ന 3 ടീച്ചർമാർക്ക്, ആ കുഞ്ഞുങ്ങൾക്ക്, ആ നാടിന് ഒക്കെ എത്രമാത്രം വേദന നൽകുന്ന ഒന്നായിത്തീരും. ഒരു സ്കൂള് അവരുടെ അധ്യയന വർഷം കഴിഞ്ഞ് വേനലവധി കാലത്ത് അധ്യാപകരെല്ലാവരും കൂടി, അതും തൊട്ടടുത്തുള്ള ടീച്ചറും ആ ടീച്ചറിൻ്റെ മകനും ആ സ്കൂളിലെ പാചകത്തൊഴിലാളിയും ആ സ്കൂളിലെ പ്രധാന അധ്യാപികയും എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിലേ എത്രത്തോളം സ്നേഹം, പരസ്പരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ അവർക്കിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ നാട്ടിലുള്ള ഏറ്റവും ഹൃദയവിശാലതയുള്ള മനുഷ്യരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാക്കി നിൽക്കുന്നവർക്ക് താങ്ങാനാവുന്നതിലധികം വലിയ വേദന സമ്മാനിച്ചാണ് അവർ യാത്രയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. കാരണം അത് ആ സ്കൂളിലെ ഈ അധ്യാപകർ പഠിപ്പിച്ചിരുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്കറിയില്ല അവരുടെ ടീച്ചർമാർ സ്ഥലം മാറിപ്പോയോ, പക്ഷെ അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ദുഃഖം നിൽക്കുന്നുണ്ട്. ദുഃഖവും സന്തോഷവും ഒക്കെ മാറി മാറി എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാവുന്ന അവസ്ഥയിലാണ്. അവർക്ക് അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. തിരിച്ചു വരാത്തൊരു യാത്രയാണിത് എന്ന് മനസ്സിലാവാതെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ഇവരെത്രയോ പേര് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഈ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർ പഠിക്കുന്നുണ്ടോ, അവരക്ഷരങ്ങൾ സംസാരിക്കുന്നുണ്ടോ, അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഒക്കെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച 9 പേർ, ആ പാങ് LP സ്കൂളിലെ അധ്യാപകരടക്കമുള്ള 9 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കുരുന്നുകളെ നാളെയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തേണ്ടവരാണ്. ആ അധ്യാപകർ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിലാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഇപ്പോൾ മനസ്സിലാവില്ല, ടീച്ചർമാർ തിരിച്ചു വരില്ലെന്നോ അല്ലെങ്കിൽ അവർ ഇല്ല ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്നോ ഒന്നും ഒരുപക്ഷെ ഇവരിൽ അധികം പേർക്കും മനസ്സിലങ്ങോട്ട് തട്ടി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വല്ലാതെ ഉള്ളുലയ്ക്കുന്നൊരു കാഴ്ചയായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിലേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ച നോക്കുമോ, ആ അബ്ദുൽ മജീദ് മാഷും ഭാര്യ റുഖയും. അബ്ദുൽ മജീദ് മാഷ് വീട്ടിൽ നിന്ന് എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? 2 കണ്ണിനും കാഴ്ചശേഷി ഇല്ലാത്ത മജീദ് മാഷാണ്. അടുത്തിടെയാണ് ആ സ്കൂളിലേക്ക് വന്ന് ചേർന്നത്. അപ്പോൾ എല്ലാവരും കൂടി സ്റ്റാഫ് റൂമിലിരുന്നായിരിക്കുമല്ലോ പ്ലാൻ ചെയ്യുക, നമുക്കൊരു യാത്ര പോവാം, ഈ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനത്തിൽ വന്ന് ഒരു ദിവസം നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോവാം. അങ്ങനെ അവരുടെ ഡെസ്റ്റിനേഷൻ നല്ല ചൂടല്ലേ, നമുക്ക് വാൽപ്പാറയിലേക്കോ ഹിൽ സ്റ്റേഷനിലേക്കോ തീരുമാനിക്കാം. അതിരപ്പള്ളി വഴി നമുക്ക് വാൽപ്പാറ പോയി സ്റ്റേ ചെയ്യേണ്ട കാര്യം, വീട്ടിലേക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങളുള്ളവരായിരിക്കും ഈ ടീച്ചർമാരിൽ പലരും. അതിൽ പാചകത്തൊഴിലാളിയായ സാജിദയുടെ കാര്യം ഞാൻ പറഞ്ഞു, പ്രധാന അധ്യാപിക അജിത ടീച്ചറുണ്ട്. സ്റ്റാഫ് റൂമിലിരുന്ന് അങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ആ സ്കൂളിലെ 3 പേർ, അതും ശാരീരിക അസ്വസ്ഥത കൊണ്ട് മാത്രമാണ് അവർ പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ ആ പാചകത്തുള്ള നമുക്ക് സാധ്യതയും കൂട്ടാം എന്നവർ പറഞ്ഞിട്ടുണ്ടാവും. സാധ്യത പറഞ്ഞിട്ടുണ്ടാവും എനിക്കും വരാൻ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പ്രധാനാധ്യാപികയും അവിടുത്തെ പാചകത്തൊഴിലാളിയും ബാക്കിയുള്ള അധ്യാപകരും അടക്കം സ്റ്റാഫ് റൂമിലിരുന്ന് പ്ലാൻ ചെയ്തൊരു യാത്ര തീരുമാനിക്കുന്നു. ആ യാത്ര ഒരു ദിവസത്തേക്ക് അതിരാവിലെ പുറപ്പെട്ട് നമുക്ക് അതിരപ്പള്ളിയിലെത്തി ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ദെൻ ആശ ടീച്ചറുടെ പാട്ടൊക്കെ കേട്ട് നമുക്ക് മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് എത്താം. വാൽപ്പാറയിൽ നിന്ന് ഒരുപക്ഷെ ലഞ്ച് അവർ കഴിച്ചിട്ടുണ്ടാവും. വാൽപ്പാറയിൽ നിന്ന് ലഞ്ചും കഴിച്ചതിന് ശേഷം താഴോട്ടുള്ള ചുരക്കാഴ്ച ഗംഭീരമാണ്. 40 ചുരങ്ങളുണ്ട്, വളവുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് പൊള്ളാച്ചിയിലേക്ക് എത്തുന്നതിന് മുൻപ്. അതിൽ ഈ 9ാമത്തെ വളവാണ് ഏറ്റവും വലിയ ഹെയർപിൻ. 13ാമത്തെ ഹെയർപിന്നിലെത്തിയപ്പോൾ തന്നെ വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിൻ്റെ ബാരിയറിൽ ഇടിച്ചതിന് ശേഷം 300 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. പൊടി പോലും കിട്ടിയില്ല എന്നല്ലേ നമ്മൾ പറയുക. അങ്ങനെ തന്നെയായിരുന്നു ആ വണ്ടിയുടെ അവസ്ഥ. അതൊരു ട്രാവലറാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് 9ാമത്തെ ചുരത്തിൻ്റെ റോഡ് സൈഡിൽ നിന്ന് ആ വണ്ടിയെ കണ്ടെടുക്കുന്നത്. അതിൽ നിന്ന് തെറിച്ചുപോയ 4 പേർ മാത്രമേ ജീവനോട് അവശേഷിക്കുന്നുള്ളൂ. മൊത്തം 13 പേർ, ഡ്രൈവർ ഫായിസ് അടക്കം. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. അവരിൽ പലർക്കും നട്ടെല്ലിന് പരിക്കേറ്റവരുണ്ട്, അരയ്ക്ക് താഴെ തളർന്ന് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലുണ്ട്, കിഡ്നിക്ക് പരിക്കേറ്റവരുണ്ട്. അപ്പോൾ അതിന് 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് അറിയൂ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ 11 വയസ്സുള്ള ഒരു കുട്ടി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ ഉമ്മ ടീച്ചർ ഈ അപകടത്തിൽ മരിക്കുകയും ചെയ്തു. അതും വേറെ വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. ആ കുട്ടി ഇപ്പോൾ പൊള്ളാച്ചി ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഉള്ളത്. ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടെമ്പോ ട്രാവലറിൽ യാത്ര പുറപ്പെട്ട അവർ 9 ആംബുലൻസുകളിലായി പാങ് LP ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റിപ്പോർട്ടർമാർ വാൽപ്പാറയിലുണ്ട്, ഒപ്പം ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. പാങ് LP സ്കൂളിലുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലും പൊള്ളാച്ചി ആശുപത്രിയിലും നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം തുടരുന്നുണ്ട്. ഒരു നാട് വല്ലാത്തൊരു നടുങ്ങലിലാണ് ഇപ്പോൾ. തിരിച്ചു വരാത്തൊരു യാത്രയായി മാറിയ ഒരു യാത്ര.